നമ്മളുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ഒരു പ്രസ്താവന എന്നല്ല, ഒരു മീറ്റിംഗിൽ നടത്തിയ സംസാരമാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. സായുധ സേനകളോട് സജ്ജമായിരിക്കുവാനും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിന് സജ്ജരായിരിക്കുവാനാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ലോകം മുഴുവൻ. ഇസ്രായേൽ, ഹമാസ്, ഉക്രൈൻ, റഷ്യ, ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ അതിർത്തിയിലടക്കം പ്രശ്നങ്ങൾ പുകയുന്നു. ഈ സമയത്ത് നമ്മുടെ സേന യുദ്ധസജ്ജരായിരിക്കണം. നമ്മളുടെ രാജ്യം സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ നമ്മൾ യുദ്ധസജ്ജരായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. വലിയ രീതിയിൽ തന്നെ ഇത് അന്തർദേശീയ മാധ്യമങ്ങളടക്കം വലിയ തലക്കെട്ടോടുകൂടി വാർത്തയാക്കിയിരുന്നു. കാരണം നമുക്കറിയാം, നമ്മളുടെ ഒരു ഭാഗത്ത് ജമ്മു കാശ്മീരിൽ ഭീകരർ കടന്ന് കയറുവാനായി തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, ഭീകരാക്രമണം നടക്കുന്ന സാഹചര്യം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മണിപ്പൂരിലടക്കം കുക്കി തീവ്രവാദികൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന സാഹചര്യം, ബംഗ്ലാദേശ് അതിർത്തി പുകയുന്നൊരു സാഹചര്യം. ഈ മൂന്ന് സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പലരും ഈ ഒരു പ്രസ്താവനയെ നോക്കിക്കാണുന്നത്. സായുധ സേനയോട് സജ്ജമായിരിക്കുവാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ ഈ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.